ഹലോ, ഞാൻ വീണ്ടും വന്നു. ഇന്ന് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 2 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് പകരം സോന മസൂരിയോ അല്ലെങ്കിൽ നല്ല പച്ചരിയോ ഉപയോഗിച്ചാലും മതി. 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങാപ്പീര, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 കപ്പ് തേങ്ങാവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലായാലും മതി അരയ്ക്കുന്നത്. അപ്പോൾ ഈ ബാറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കപ്പി കാച്ചുന്ന അരയ്ക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് അരിയും 1/4 കപ്പ് ചോറും കൂടെ 1/4 കപ്പ് വെള്ളത്തിനകത്ത് അരച്ചതാണിത്. അതിൻ്റെ കൂടെ ഇനിയും നമുക്കൊരു 1 കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് കപ്പി കാച്ചിയെടുക്കാം. ഇത് നല്ല ലൂസായിരിക്കും. നമ്മൾ കപ്പി കാച്ചി എടുക്കുമ്പോഴാണ് ഇത് തിക്കാവുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കാച്ചിയെടുക്കാം. അത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പറ്റി പിടിക്കും. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ തിക്കാകാൻ തുടങ്ങും നമ്മൾ അരച്ച ബാറ്ററി. അപ്പം അത് നല്ലപോലെ വീണ്ടും ഈ തിക്കാകാൻ തുടങ്ങിക്കഴിഞ്ഞ് ഒരു 2 to 3 മിനിറ്റ്സ് വീണ്ടും കുക്ക് ചെയ്യണം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അരിയെല്ലാം അരച്ചെടുക്കാം. ബാക്കിയുള്ള നമ്മൾ കപ്പി കാച്ചി വെച്ചേക്കുന്ന ആറാൻ വെച്ചേക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ബാക്കി ഇരിക്കുന്ന അരിയും ചോറും തേങ്ങയും കൂടെ അരയ്ക്കണം. കപ്പി കാച്ചിയത് ആറുമ്പോൾ അതും കൂടാണ് ഇതിൻ്റെ കൂടെ അരച്ച് എടുക്കേണ്ട കാര്യം. കപ്പി കാച്ചി ഇച്ചിരി തിക്കല്ലേ, അപ്പോൾ അത് ലൂസൻ ചെയ്യുന്നത് ഇതിനകത്ത് കൂടെ ചേർത്ത് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് 1 കപ്പ് തേങ്ങാവെള്ളവും 1.5 കപ്പ് വെള്ളവുമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഫ്രഷ് കോക്കനട്ട് വാട്ടർ ഇല്ലയെന്നുള്ളവർ ക്യാൻ കോക്കനട്ട് വാട്ടർ ആയാലും യൂസ് ചെയ്യാം. ഞാനതാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം, ബാക്കിയിരുന്ന അരിയും ചോറും തേങ്ങയും കപ്പി കാച്ചി വെച്ചിരുന്നതും കൂടി ആണ് എല്ലാം കൂടി ഒന്നിച്ചാണ് 2.5 കപ്പ് വാട്ടറിനകത്ത് അരച്ചേക്കുന്നത്. അപ്പം ആ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയാകാൻ വേണ്ടിയാണ് അത് ഞാൻ പ്രത്യേകം പറയുന്നത്. ഞാൻ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഈസ്റ്റും ഷുഗറും 1/4 കപ്പ് വാം വാട്ടറിലായിരുന്നു ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. അതും ഈ അരച്ച് വെച്ച ബാറ്ററിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തിട്ട് 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം. ഇത് ഓവർനൈറ്റ് വെച്ചിരുന്നതാണ് ഞാൻ. ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. തവി ഇടുമ്പോഴത്തേന് അതെല്ലാം ഇങ്ങനെ താഴോട്ട് അങ്ങ് പോവും. അങ്ങനെയാണ് അതിൻ്റെ ഇത്. പ്രത്യേക ഒരു കാര്യം കൂടെ പറയാനായിട്ട്, നല്ല വലിയ പാത്രത്തിൽ വേണം വെക്കാൻ. നമ്മൾ കൊച്ചു പാത്രത്തിൽ വെച്ചാൽ ഇത് ഒരു ഡിസാസ്റ്റർ ആയിരിക്കും. രാവിലെ നമ്മൾ അപ്പം ചുടാൻ വരുന്ന മാവ് നോക്കുമ്പോഴത്തേക്ക് വെളിയിലെല്ലാം ആകും. അതുകൊണ്ട് നല്ല വലിപ്പമുള്ള പാത്രത്തിൽ വേണം മാവ് അരച്ച് വെക്കാനായിട്ട്. ഇത് കണ്ട നല്ലതായിട്ട് ആയിട്ടുണ്ട് മാവ്. ഇനി ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട്, ഇപ്പം നമുക്ക് ഒരുപാട് അപ്പം വേണ്ട, ഒരു 5 അപ്പമൊക്കെ മതിയെങ്കിൽ ഇച്ചിരി മാവെടുത്തിട്ട് മാറ്റിയിട്ട് അതിനകത്ത് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി, നമ്മൾ ഉപ്പിൻ്റെ അത്രയല്ല അതിലും കുറച്ചൊരിച്ചിരി, ഇപ്പം ലെറ്റ്സ് 1 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിരുന്നു. എക്സാക്റ്റ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് ബാറ്ററാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം US മെഷർമെൻ്റാണ് 3/4 കപ്പ്. നമ്മളിത് ചെയ്യാൻ പോകുമ്പോഴത്തേന് നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും അല്ലെ കാസ്റ്റ് അയൺ പാനാണെങ്കിലും അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കണം. ലോ ഹീറ്റിലാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു തവി എന്ന് വെച്ചാൽ 3/4 കപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം.
എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. ഇത് 2 മിനിറ്റ്സ് കുക്ക് ചെയ്തതാണ്. ലോ ഹീറ്റിലാണ് വെച്ചേക്കുന്നത്. ഇത് നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ സീസൺഡ് കാസ്റ്റ് അയൺ പാനിലായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതും കാണിച്ചു തരാം. ഇച്ചിരൂടെ എനിക്ക് ഇഷ്ടം കാസ്റ്റ് അയൺ പാനിലാണ് ചെയ്യുന്നത്. ചെറിയ കാസ്റ്റ് അയൺ പാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്തെടുത്താലും മതി. ഇതെൻ്റെ സീസൺഡ് കാസ്റ്റ് അയൺ പാനാണ്. അതിനകത്തും അതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ അടച്ച് 2 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. അപ്പം ഇതുവരെ അപ്പം ഉണ്ടാക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കണം. എങ്ങനെയുണ്ടെന്ന് പറയുകയും ചെയ്യണം.